അടുത്തതായിട്ട് നമുക്ക് ALUവിനകത്തുള്ള ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള സർക്യൂട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് 4 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: OR, XOR ആൻഡ് നോട്ട്. അപ്പോൾ ഈ 4 ഓപ്പറേഷൻസിനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോജിക് സർക്യൂട്ടാണ് നമ്മളിപ്പം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പം ഇതിൽ നമ്മൾ ഒരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് 2 സെലക്ട് ഇൻപുട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമുക്ക് ഒരു ഓപ്പറേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മളിപ്പം S1ഉം S0യും 0 ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് OR ഓപ്പറേഷനാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് F എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന A ഇൻപുട്ടിനെ നമ്മൾ OR ചെയ്തിട്ട് B ആയിട്ട് OR ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുപോലെ 0-1 കോമ്പിനേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ XOR ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ അപ്പം F എന്ന് പറയുന്നത് AI ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ് എയുടെയും ബിയുടെയും ഇൻഡിവിജ്വൽ ബിറ്റിനെ XOR ചെയ്ത് കിട്ടുന്നതായിരിക്കും അവിടെ വരുന്നത്. ദെൻ അതുപോലെ 1-0 കോമ്പിനേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആൻഡ് ഡിഫൈൻ ചെയ്യുവാണ്. അപ്പോൾ ആൻഡ് എന്ന് പറയുമ്പോഴത്തേനും AI ഇൻറ്റു BI ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ 1-1 ആണ് വരുന്നതെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ നോട്ട് ഓപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് AIയിലുള്ള വാല്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോജിക് ഓപ്പറേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മൾട്ടിപ്ലക്സറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൾട്ടിപ്ലക്സറിലേക്ക് 2 സെലക്ട് ഇൻപുട്ട് പോകുന്നുണ്ട്, S1ഉം S0യും. ഓക്കെ, സോ ആ സെലക്ട് ഇൻപുട്ട്സ് ആണിത്. സെലക്ട് ഇൻപുട്ട്സ് S1 ആൻഡ് S0. ഓക്കെ, S0 കൊടുത്തതിന് ശേഷം ഇവിടുത്തെ 0, 1, 2, 3 3 ഇൻപുട്ട്സ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് F അല്ലേ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIയും BIയും നമുക്ക് ഇൻപുട്ടുണ്ട്. ഓക്കെ, ഇത് AI ആണ്, ഇത് BI ആണ്. അപ്പോൾ 0യിൽ വരേണ്ടത് OR ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ OR കണക്ട് ചെയ്ത് 0യിലേക്ക് കൊടുത്തു. ദെൻ XOR ആണ് നമുക്ക് അടുത്തതിൽ വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് XOR ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെ 1 ഫസ്റ്റ് ഇൻപുട്ടിലേക്ക് കൊടുത്തു. ദെൻ അടുത്ത് വരേണ്ടത് ആൻഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. ഈ സെയിം ഇൻപുട്ടിൽ നമ്മൾ ആൻഡ് ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ അടുത്ത ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ദെൻ അതുപോലെ നോട്ടാണ് ഇനി വരേണ്ടത്. അപ്പോൾ നോട്ട് വരുമ്പോഴത്തേന് A ഇൻപുട്ടിന് മാത്രമേ നോട്ട് ഓപ്പറേഷൻ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ A ഇൻപുട്ട് മാത്രം എടുത്തതിന് ശേഷം അവിടെ ഒരു നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്തിട്ട് അത് നമ്മൾ ഇവിടെ 3rd ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പം നമ്മുടെ ഈ സെലക്ട് ഇൻപുട്ട് സെലക്ട് ചെയ്യുന്ന വാല്യൂസിനനുസരിച്ച് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉള്ള സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോജിക് ഡിസൈനിന് വേണ്ടിയിട്ട് ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഇത്രയും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഹോൾ ALU എന്ന് പറയുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് മൊത്തത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ALU എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഡിസൈൻ, ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇത് കമ്പൈൻ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ALUവിൻ്റെ ഡിസൈൻ വരുമ്പോഴത്തേനും നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക് ഓപ്പറേഷൻസും പെർഫോം ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെയും ലോജിക് ഓപ്പറേഷൻസിൻ്റെയും ട്രൂത്ത് ടേബിൾസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇതിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻ വരുന്ന സമയത്ത് S1 S0 സെലക്ട് ഇൻപുട്ട് 2ഉം 0യും ക്യാരി 0യും ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് F = A+0 ആണ് അല്ലേ. A+0+0 എന്നുള്ളത് അപ്പോൾ ട്രാൻസ്ഫർ ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതുപോലെ 0, 0, 1 ക്യാരി മാത്രം 1 വരുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് A+1+0
0 അല്ലേ, ബിയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ ഓൾറെഡി അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലോജിക് ഓപ്പറേഷൻസ് വരുമ്പോൾ നമുക്ക് ക്യാരി ഇൻപുട്ടിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. സോ അപ്പം ക്യാരി നമ്മൾ ഡോൺ കെയർ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ക്യാരി ഡോൺ കെയർ ആകുന്ന സമയത്ത്, അതായത് 0 ഇൻപുട്ട് വരുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓർ ബി എന്നുള്ള ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ദെൻ അതുപോലെ തന്നെ 0-1 വരുന്ന സമയത്ത് ക്യാരി ഡോൺ കെയർ ആയിരിക്കും. സോ അപ്പോൾ അവിടെ നമ്മൾ പെർഫോം ചെയ്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ എക്സ് ഓർ ബി എന്നുള്ള ഓപ്പറേഷൻ ആയിരുന്നു പെർഫോം ചെയ്തത്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോജിക് സർക്യൂട്ടിന് വേണ്ടിയിട്ടും അരിത്തമെറ്റിക് സർക്യൂട്ടിന് വേണ്ടിയിട്ടും നമ്മളിത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ രണ്ടിനെ കമ്പൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെലക്ട് സിഗ്നലും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. S2 എന്ന് പറയുന്ന ഒരു സെലക്ട് സിഗ്നലും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഈ S2 വാല്യൂ 0 ആയിരിക്കുന്ന സമയത്ത് ഇത് പെർഫോം ചെയ്യുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ S2 ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷനാണോ ലോജിക് ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ ലോജിക് ഓപ്പറേഷൻസ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് S2 ഇൻപുട്ടിനെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസ് അരിത്തമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെ എല്ലാ കോമ്പിനേഷൻസും വരും. ദെൻ അതിൻ്റെ കൂടെ അഡീഷൻ ചെയ്തിട്ട് നമ്മൾ ലോജിക് ഓപ്പറേഷൻസും കൂടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടി ഒന്ന് വായിക്കണം, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ് വരുന്നത്, ആകെ ഈ S2 മാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. S2ൽ നമുക്കിപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ വരുമ്പോൾ 0 ഇൻപുട്ടും ലോജിക് ഓപ്പറേഷനിൽ 1 ഇൻപുട്ടും വരും. ദെൻ ക്യാരിയുടെ കേസ് അരിത്തമാറ്റിക് ഓപ്പറേഷനിൽ ക്യാരിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ലോജിക് ഓപ്പറേഷനിൽ ക്യാരിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ ഡോൺ കെയർ ഓപ്പറേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു ട്രൂത്ത് ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ആഡർ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഫുൾ ആഡറിലേക്കുള്ള ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഏത് ഓപ്പറേഷനാണ് വരുന്നത് എന്നുള്ളത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇക്വേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് XI ഇൻപുട്ട്, ഓരോ ഫുൾ ഓർഡറിൻ്റെയും XI ഇൻപുട്ട്, അതായത് ഒരു ഫുൾ ഓർഡർ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഈ ഫുൾ ആഡറിനകത്തേക്ക് 2 ഇൻപുട്ട്സ് വരുന്നുണ്ട്. ഒന്ന് XI ഇൻപുട്ടുണ്ട്, പിന്നെ YI ഇൻപുട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരി ഇൻപുട്ടും വരുന്നുണ്ട്. ദെൻ ഇതിനകത്തുനിന്ന് നമുക്കൊരു സം ഇൻപുട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് Y, ദെൻ അതുപോലെ ഒരു ക്യാരി ഔട്ടും കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഒരു ഫുൾ ആഡറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ XI ഇൻപുട്ടിൽ എന്ത് സെലക്ട് ചെയ്യണം, YI ഇൻപുട്ടിൽ എന്ത് സെലക്ട് ചെയ്യണം, ക്യാരി ഇൻപുട്ടിൽ എന്ത് വരണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് Yയും C ഔട്ടും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ XI ഇൻപുട്ടിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ either Aയുടെ ഇൻപുട്ട് A വാല്യൂ വരാം. കാരണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടിൽ ഒരു സിംഗിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് Aയുടെ ബിറ്റാണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ Aയുടെ ബിറ്റ് വരാം, അല്ലെങ്കിൽ Aയുടെ കോംപ്ലിമെൻറ്റ് ബിറ്റ് വരാം. Aയുടെ കോംപ്ലിമെൻറ്റ് ബിറ്റ് വരുന്നത് ഈ ഒരു കേസിൽ മാത്രമാണ്. അതായത് ലോജിക്കലി നമ്മൾ അതിൻ്റെ നോട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ കോംപ്ലിമെൻറ്റ് ബിറ്റ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് AI പ്ലസ് S2 S1 ഡാഷ് S0 ഡാഷ് BI പ്ലസ് S2 S1 S0 ഡാഷ് BI. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് XI ഇൻപുട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒന്നുകിൽ A ഇൻപുട്ട് തന്നെ ഡയറക്റ്റായിട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ BI ഇൻപുട്ടിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഏതൊക്കെ കോമ്പിനേഷനിലാണ് BI ഇൻപുട്ട് വരേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് അതുപോലെ YI ഇൻപുട്ട് വരുന്ന കേസ്. YI ഇൻപുട്ട് എന്ന് പറയുന്നത് S0 BI പ്ലസ് S1 BI ഡാഷ്. അതായത് S0 ആണ് വരുന്നതെങ്കിൽ BI ഇൻപുട്ട് കൊടുക്കണം, S1 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കണം നമുക്ക് YI ഇൻപുട്ടിലേക്ക് വരേണ്ടത്. ഇനി അതുപോലെ തന്നെ
ക്യാരി ഇൻ എന്ന് പറയുന്നത്. ക്യാരി ഇന്നിന് നമുക്ക് ഇസഡ് ഐ എന്ന് എടുക്കാം. ഇസഡ് ഐ എന്ന് പറയുന്നത് S2-C1. അപ്പോൾ ക്യാരി ഇൻപുട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? S2 ഇൻപുട്ട് 0 ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ S2 കോംപ്ലിമെൻറ്റ് ഇൻറ്റു C1 ആണ് നമുക്ക് അതിൻ്റെ ഇൻപുട്ടിലേക്ക് കിട്ടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. ഈ 3 ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഫുൾ ആഡറിലേക്കുള്ള ഇൻപുട്ട് പോകുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ച് നമുക്ക് XI, YI, ZI ഇൻപുട്ട് കൊടുത്തു വെക്കാം. അപ്പോൾ ആദ്യം ZI കൊടുക്കാം. ZI ഇൻപുട്ട് എന്ന് പറയുന്നത് S2-C1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ S2 ഇൻപുട്ടിനെ എടുക്കുന്നു. S2 ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു. S2-ആയി. ദെൻ അതിനെ നമ്മുടെ ക്യാരി ഇൻപുട്ടുമായിട്ട് ആൻഡ് ചെയ്യുന്നു. ആൻഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ ZIയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫുൾ ആഡർ ഉണ്ട്. ഈ ഫുൾ ആഡറിൽ നമുക്ക് 3 ഇൻപുട്ട് വരുന്നുണ്ട്, 2 ഔട്ട്പുട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ZI ഇൻപുട്ട്, അതായത് ക്യാരി ഇൻപുട്ട് വരുന്ന പോർഷനാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തത്. ഇനി അടുത്തത് XI ഇൻപുട്ട് വരുന്നതും YI ഇൻപുട്ട് വരുന്നതും കേസുണ്ട്. അപ്പോൾ XI ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേനും AI എന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫുൾ ആഡർ ആയതുകൊണ്ട് ഞാനിപ്പോൾ A1 ബിറ്റും B1 ബിറ്റും ആണ് എടുത്തേക്കുന്നത്. സോ അപ്പോൾ A1 ബിറ്റ് വരുന്നു. ആ A1 ബിറ്റിനെ ഓർ ചെയ്യണം. എന്തിൻ്റെ കൂടെ? S2, S1 ഡാഷ്, S0 ഡാഷ്. ഓക്കെ, അപ്പോൾ S2നെ എടുക്കുന്നു. S2 വേണം, S1 ഡാഷ് വേണം. ഓക്കെ, അപ്പോൾ S1നെ എടുത്തിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് S1 ഡാഷായി. അടുത്ത് S0 ഡാഷ് വേണം. S0നെ എടുത്തിട്ട് അതിനെയും കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇത് 3ഉം കൂടെ ആൻഡ് ചെയ്തു. ഈ ആൻഡ് ചെയ്ത് കിട്ടുന്നതും ഈ ഓറിൻ്റെ കൂടെ കൊണ്ടുവന്നു. അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ BIയും കൂടി ആൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ B1ഉം കൂടി ചേർത്ത് ഒരൊറ്റ ആൻഡ് സിമ്പലിലേക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ആൻഡ് ചെയ്തു. ആൻഡ് ചെയ്തതിന് ശേഷം പ്ലസ് S2, S1. അപ്പോൾ S2 വേണം, S2 എടുത്തു, S1 എടുത്തു, S0 ഡാഷ് വേണം. S0 ഡാഷ് ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുക്കാം. S0 ഡാഷ്, പിന്നെ B ഇൻപുട്ട് ഇവിടെ നിന്ന് കൊടുത്തിട്ട് അതും കൂടി ചേർത്ത് ആൻഡ് ചെയ്യുന്നു. ഇത് 3ഉം കൂടി ഓർ ചെയ്യുന്നതാണ് നമുക്ക് X1ലേക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പം ഒരുമിച്ച് ഒരു ആൻഡ് ഗേറ്റ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം, അതല്ലെങ്കിൽ രണ്ടെണ്ണം വീതം നമുക്ക് ആൻഡ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ Y ഇൻപുട്ട് എന്ന് പറയുമ്പം S0, B1 ആണ്. S0 എടുക്കാം. S0യും B1ഉം കൂടി ആദ്യം ആൻഡ് ചെയ്യുന്നു. പ്ലസ് S1 BI ആണ്. അപ്പോൾ S1നെ എടുക്കണം. S1നെയും BI ഡാഷിനെയും കൂടി, അപ്പോൾ BIനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അത് രണ്ടും കൂടി ആൻഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ഓർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് YIയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് F ഇൻപുട്ടിലേക്ക് വരുന്നു, പിന്നെ C ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരൊറ്റ ബിറ്റിൻ്റെ കേസാണ്. അപ്പോൾ ഇപ്പം ബിറ്റ്സ് കൂടുന്നതനുസരിച്ച് നമുക്കിവിടെ അടുത്ത ഫുൾ ആഡർ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത ഫുൾ ആഡറിലേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരിയാണ് നമുക്ക് അടുത്ത ഫുൾ ആഡറിലേക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ Z2 എന്ന് പറയുന്നത് ആ ഇൻപുട്ടാണ് വരേണ്ടത്. അതിൻ്റെ കൂടെ ഈ ഇൻപുട്ടിൻ്റെ കൂടെ നമുക്ക് S2 ഡാഷും കൂടി വരണം അല്ലേ. S2 ഡാഷ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ഞാൻ S2 ഡാഷ് എടുക്കുന്നു. ഈ S2 ഡാഷും ഇതും കൂടി ആൻഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് വേണം നമുക്കിവിടെ ഇൻപുട്ടായിട്ട് വരേണ്ടത്. പിന്നെ ഈ പറഞ്ഞതുപോലെയുള്ള കംപ്ലീറ്റ് ഇൻപുട്ട് സർക്യൂട്ട്സ് നമുക്കിവിടെ ഇതുപോലെ തന്നെ വരും.
ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ബിറ്റ് ഉണ്ടോ അത്രയും ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫുൾ ആഡർ ചേർത്താണ് നമ്മൾ കംപ്ലീറ്റ് ALUവിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ടിനെ സെലക്ട് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഈ പറഞ്ഞ 3 ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ 3 ഇക്വേഷൻസ് പഠിച്ചിരിക്കുക, അത് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ വരച്ച് നമ്മളിപ്പം ഈ ഒരു ഡിജിറ്റൽ പെൻ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വരകളൊന്നും അത്ര കൃത്യമല്ലാത്തത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം കൃത്യമായിട്ട് തന്നെ വരച്ച് പഠിക്കുക. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് വരച്ച് പഠിക്കുക.